കാലാവസ്ഥയിൽ വൻ മാറ്റം, വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഓഗസ്റ്റ് 12-ാം തീയതിയോടെ ഇത് ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യത. മധ്യപ്രദേശിന് മുകളിലായി നിലവിലുള്ള ന്യൂനമർദ്ദം ശക്തമായി തുടരുന്നു. കേരളത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വരും മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, തൃശൂർ ആറ്റുപുറ മുതൽ കൊടുങ്ങല്ലൂർ വരെയും, എറണാകുളം മുനമ്പം മുതൽ മുറവക്കാട് വരെയും, നാളെ ആഗസ്റ്റ് 11-ാം തീയതി രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ആസാമിലുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100-ആയി ഉയർന്നു. 2 ലക്ഷത്തോളം ജനങ്ങൾ ദുരിതത്തിലാണ്. പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു.